ഹലോ നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നൊരു വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ്. എന്നാന്ന് പറയണ സസ്പെൻസ് ഇടാ വിചാരിച്ചേ. ഇന്ന് എന്റെ സ്വന്തം പാപ്പാട്ടന്റെ പിറന്നാളാണ് കേട്ടോ. സ്പെഷ്യൽ അമ്മക്കേട്ടാ അല്ലേ? ഇന്നുണ്ടല്ല ശരിക്കും ഇവർക്ക് ചിക്കൻ ബിരിയാണിയിലാക്കാൻ ദേശമാണ്. ഇന്ന് ചിക്കൻ ബിരിയാണി ആക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് പാപ്പാട്ടൻ മാലയിട്ടുകൊണ്ട് വെജ് ബിരിയാണിയിൽ എല്ലാവരും കൂടി സംതൃപ്തിപ്പെടുന്നത്. നമുക്ക് നോക്കിയാലോ? വാ, പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടാ. വെളിച്ചെണ്ണയാന്നേ. കുറച്ച് നെയ്യും കൂടി വയ്ക്കാം കേട്ടാ. ഒരു സ്പൂൺ നിറച്ച് നെയ്യ് വെക്കാട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്ക് ഇത് ഇടാം കേട്ടോ. സ്പൈസസ് അന്നെല്ലാം പിന്നെ നമ്മളുണ്ടല്ലോ ഭയങ്കര ആഘോഷാക്കാന്ന് വിചാരിച്ചു തന്നെട്ടാ. നമ്മളല്ലേ നിങ്ങൾ മാത്രം അല്ല, ഇവര് മാത്രല്ല കേട്ടോ. ഞങ്ങൾക്ക് വലിയ ആഘോഷത്തിൽ കഴിക്കണം എന്നുണ്ടായിനെ. പക്ഷെ പപ്പാട്ടിനും താല്പര്യമില്ല, ഇവർക്കും താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇവർ മാല ഇട്ടുകൊണ്ട് വിഷു വിളക്കിന് പോകാൻ വേണ്ടി മാല ഇട്ടിന്. അതുകൊണ്ട് പിന്നെ വെജ് ബിരിയാണിയിൽ ഒതുക്കി നമുക്കിതെല്ലാം ഇടാം കേട്ടോ. ഒന്ന് പൊട്ടട്ടെ. ഇതെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഇടാം കേട്ടോ. കഴുകി ഒന്ന് ഇളക്കി കൊടുക്കാം. നേരെ അരിയാണ് കേട്ടോ ബിരിയാണിയുടെ. നല്ലോണം 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 അരി നല്ലോണം ഒന്ന് ഇതാക്കും. ഇളക്കും. എന്തൊക്കെ സ്വപ്നം കണ്ടറിയാ. ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, അവസാനം വെജ് ബിരിയാണി. അതെങ്കിലും കിട്ടില്ല സമാധാനിക്ക്. എടാ വെള്ളം ഒഴിക്കുവാനെ. വെള്ളം കറക്റ്റ് ആയിട്ട് ഒഴിക്കല്. 5 ഗ്ലാസ് അരി എടുത്തിന് കേട്ടോ. 5 ഗ്ലാസ് അരിക്ക് അതിന്റെ നേരെ വെള്ളം. അത് ഫുള്ള് ഒഴിച്ചേ. മതി മതി മതി. ഇനി ഉപ്പിടേ. കല്ലുപ്പാന്ന് കേട്ടാ. ഉപ്പിടാ. പിന്നെതാ നാരങ്ങ നീര് കേട്ടാ. അതും കൂടി നാരങ്ങ നീര് വെച്ചാൽ ലേശം ബന്ധുവായാലും ഒട്ടിപ്പോകും ചെയ്യില്ല. അത് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടാ. ഇനി നമുക്ക് ഈ ചോറിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. ഇടേ. പിന്നെ നമ്മളെ രമ്പയില സുഗന്ധി ഇല കേട്ടാ. ഒരാളെ കാണിച്ചു തരണ. നമ്മളെ വയനാട്ടുകാരൻ ലീവിന് വന്നിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണിയിൽ തിന്നാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ചീറ്റി പോയിട്ട് എന്നൊക്കെ പറയണ്ട. ഒരു ഹായ് എങ്കിലും പറയട്ടെ. അതിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. നാടൻ കുടുങ്ങി ഹായ്. ഒരു ഹായ് പറഞ്ഞ നമ്മളുണ്ടപ്പം അതിന് വിശ്വസിച്ചൂടെ കേട്ടോ. എല്ലാമേ വേ എടുത്തോ ഇല്ലേ കരിഞ്ഞ് കുറ്റാവേ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓടാണ് എതിരെ സെറ്റാണ് നല്ല. അമ്മേന്റെ പപ്പാട്ടിനോട് അമ്മ എന്തും ചെയ്യുമല്ലേ. ഇപ്പൊ എല്ലാരും പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ എന്നാ വാങ്ങാട്ടാ. എന്റെ സ്നേഹം കൂടി ഉണ്ടല്ലേ. വാങ്ങാട്ടാ. ഇത് നമുക്ക് പിന്നെ മസാലയെല്ലാം തയ്യാറാക്കണ്ടേ. വാങ്ങേ. ഇത് നമുക്ക് മസാല തയ്യാറാക്കാം. പിന്നെ ഉണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് ഞാൻ ആയുധം എൻ്റെ വയനാട്ടിൽ നിന്ന് വന്ന് രണ്ടാമത്തെ മോനെ കൈമാറുന്നോട്ടോ. ഇനി ഇവനാന്നോട്ടോ കുക്കിംഗ് എല്ലാം. ഇവര് പഠിപ്പിക്കണ്ടേ നമുക്ക്. ഉണ്ണി കഷ്ടപ്പെട്ട് ഒരു വിധായി. ഇളക്കിക്കോ. എണ്ണ ചൂടായി കേട്ടോ. നമുക്ക് ഉള്ളി ഇടേ. ഇവരോട് വർത്താനം പറഞ്ഞല്ലോ ശരിയാവൂല. നല്ലോണം വാട്ട് വേണി. ആ വേർപ്പ് നെയ്യിലൊന്ന് ഇളകട്ട്. അനങ്ങാണ്ടാണ് ഹോസ്റ്റലിൽ കുത്തിയിരുന്നിട്ട് ഇവരാമണ്ടല്ല. ഇനി എല്ലാ കുട്ടിക്കും പണിയാണ്. അവനെന്താ ഹായെല്ലാം പറയും. എന്നെ കാണാൻ കാത്തിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിടേ. ലേശം വാടി കിട്ടും. വേഗം വാടി. മതി കേട്ടാ. മതി. ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരുന്നേ. ഒന്ന് മൂക്കട്ടെ. ഈ പിള്ളമാർക്കൊന്നും ഒരു ഇതില്ലാന്ന് താല്പര്യമില്ല. വയസ്സായി ഞാൻ തന്നെ എല്ലാം ചെടിയൊക്കെ നടക്കുക. അതിന്റെ മണം വരുമ്പോ എന്നോട് പറയണം കേട്ടോ. ഞാൻ എടുക്കണം. ഇനി അടുത്തൊരു പച്ചമുളക് ഇടാൻ വേണ്ടി പോകുന്നത്. ഉണ്ണിക്ക് തപ്പിപ്പോയി കേട്ടാ. ചതച്ച പച്ചമുളകാന്ന്. അതും കൂടി ഇടാം. പിന്നെ എന്റെ രീതിയിലാട്ടോ ഞാൻ ആക്കുന്നത്. പലയാളും പല രീതിയിൽ ആക്കലുണ്ടാവില്ലേ. പക്ഷെ ഞാൻ ആക്കുന്ന എന്റെ മക്കൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവരും ഇഷ്ടം. സംഭവം അച്ഛന്റെ പറഞ്ഞാളല്ലേ. അതുകൊണ്ട് അമ്മ ഇടുന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ അമ്മ നാക്കുന്നത് അല്ലേ അമ്മേ. അതങ്ങല്ലേ വേണ്ടി അല്ലേ. ഉള്ളി നല്ലോണം വാടി. ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇടാം കേട്ടോ. നല്ലോണം വാടട്ടെ. നല്ല കളർഫുൾ ആയില്ലേ. മഞ്ഞപ്പൊടി, മുളക് പൊടി ഒന്നും കൂടി എല്ലാം ഇളക്കി കൊടുക്കാം. ഇളക്കി കൈവേദന എടുക്കുന്ന എല്ലാം പൊങ്ങിന്ന്. ഉണ്ണി വന്നട്ടെ. ഒന്ന് ചെയ്താട്ടെ. കുറച്ച് നേരം ഇളക്കും. ഗ്രീൻ പീസ് ഇടേ. ഇതാ ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ്. ഇനി എല്ലാം ഇടും വന്നോട്ടോ. ഇനി പിന്നത്തേക്ക് വെക്കുന്നില്ല. ഇനി സോയാബീൻ. ഇന്ന് ഞാനോ ഇനി നമ്മള് എല്ലാം പരക്കി ഇടും കേട്ടോ. തക്കാളിയാ എല്ലാം കൂടി നല്ലോണം വാടുന്ന വരെ നമുക്ക് ഇളക്കാം കേട്ടോ. എന്താ രസം. ഏതാണ് കളർഫുൾ. ഉണ്ണി നോക്കിയാട്ടെ. കളർഫുള്ള്. നല്ല അടിപൊളി. നല്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ മണിങ്ങനെ മൂക്കിലടിച്ച് കയറുന്നു. ഉപ്പിട്ടത്. ഉപ്പിട്ട് ഞാൻ കാണിക്കാൻ മറന്നു. ഉപ്പല്ല ഒന്നിക്കൽ ഉപ്പ് കൂടും അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവേ ഇല്ല. അതാ ഏറ്റവും സ്പെഷ്യൽ അല്ലേ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാട്ടാ. ചൂടുവെള്ളം. ഓമന്റെ പെടായി ഒന്നും കേൾക്കണ്ട.
ലേശം വേവട്ടെ കേട്ടോ. അടച്ചു വെക്കേ. നല്ലതാ സെറ്റായിട്ടുണ്ട്, നല്ല മണമാണ് കേട്ടോ. ഇത് നമുക്കിതൊന്ന് മിക്സ് ആക്കുകയുണ്ടേ ചോറിൽ. ഞാൻ പിന്നെ ലെയറായിട്ടൊന്നും ആക്കുക, ഇതിലങ്ങ് തട്ടും, ചോറിലങ്ങ് തട്ടും, എല്ലാം കൂടി ഇളക്കിയിട്ട് അങ്ങ് മിക്സ് ആക്കുക. അല്ല പിന്നെ നല്ല മണമാണ് കേട്ടോ. ബിരിയാണിയിൽ ഇളക്കി സെറ്റായി. ഇനി നമുക്ക് നല്ലോണം മല്ലിയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കേ. കുറച്ച് നല്ലോണം തന്നെ ഒഴിക്കാം കേട്ടോ. ഇവിടെ ആർക്കും നെയ്യ് ഇഷ്ടമല്ല, ഉണ്ണിക്കും മണിക്കൊന്നും. അതുകൊണ്ട് കുറച്ച് നെയ്യ് നല്ലോണം തന്നെ പിന്നെ ഞാൻ ഒഴിക്കുമെന്ന്. ഇവർ തിന്നില്ലെങ്കിൽ അതും കൂടി എനിക്ക് തിന്നാലാ. അല്ല പിന്നെ കുറച്ച് നേരം ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ദമ്മല്ല ലേസ് സമയം കനലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പപ്പാട്ടിൻ്റെ സ്പെഷ്യൽ പിറന്നാൾ ബിരിയാണി എന്തായി നോക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നോക്കിയാട്ടതാ എല്ലാം നല്ല വാടി സെറ്റായി അല്ല. നോക്കിയിട്ട് ആയി വരുന്നുണ്ട്. നല്ല അടിപൊളി നല്ല മണമില്ല ഉണ്ണി, സത്യം പറ. മണലുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. അടിപൊളി ബിരിയാണി കേട്ടോ. ഇനി പിറന്നാളിന് പപ്പാട്ടിൻ്റെ ഭാഗം ഒന്ന് തന്നിട്ടാ പറയണ്ട. എല്ലാവരും കൂടി എടുത്തോട്ടാ. ആരും കലമ്പൊന്നും കൂടാൻ പാടില്ല. ബൈ.